റയൽ മാഡ്രിഡ് കോച്ച് എന്നുള്ള രീതിയിൽ സാബി അലോൺസോയുടെ ആദ്യത്തെ മത്സരം എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു പോരാട്ടം തന്നെയായിരുന്നു. അൽ ഹിലാലിനെതിരെയുള്ള മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. അപ്പൊ റയൽ മാഡ്രിഡിന്റെ ആ ഒരു പെർഫോമൻസിനെ നമുക്ക് ഇപ്പം വിലയിരുത്താനൊന്നും പറ്റില്ല. അതായത് സാബിയുടെ റയൽ മാഡ്രിഡ് എന്നുള്ള രീതിയിലൊന്നും വിലയിരുത്താനായിട്ടില്ല. കാരണം ഒരു മത്സരം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സീസൺ തന്നെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ശൈലി എൻ്റർലി ഡിഫറെൻ്റ് ആണ്. കാർലോ ആഞ്ചലോട്ടിയിൽ നിന്ന് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും അദ്ദേഹം 3-man ഡിഫൻസിനെ ആയിരിക്കുമോ പരീക്ഷിക്കുക എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. 4-3-3 എന്നുള്ള ഫോർമേഷനിലാണ് അദ്ദേഹം, ഒരു ട്രഡീഷണൽ ഫോർമേഷനിലാണ് അദ്ദേഹം ഇറക്കിയത് റയൽ മാഡ്രിഡിനെ. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ വൺ ടച്ച് പാസിങ് ആ ഒരു സ്റ്റൈലിൽ അതുമായി പൊരുത്തപ്പെടാൻ റയൽ മാഡ്രിഡ് താരങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ട് കണ്ടു. പലപ്പോഴും മിസ് പാസസുകളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ അൽ ഹിലാലിന്റെ ഒരു ഡൊമിനേഷൻ ആണ് കാണാൻ സാധിച്ചത്. കാരണം അൽ ഹിലാൽ നല്ല രീതിയിൽ തന്നെ റയൽ മാഡ്രിഡിനെ വിറപ്പിച്ചു എന്ന് പറയേണ്ടി വരും. പിന്നെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് കാര്യങ്ങൾ മാറി റയൽ പതിയെ ഗെയിമിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഈ ഒരു മത്സരത്തിന്റെ ഒരു ആംഗിളിൽ മാത്രം നമുക്കൊന്നും വിലയിരുത്താൻ പറ്റില്ല. കാരണം ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. പ്രത്യേകിച്ച് സാബി അലോൺസോ എന്ന് പറയുന്ന പരിശീലകൻ ഒരു മോഡേൺ ടാക്ടിക്കൽ ബ്രില്യൻ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പരിശീലകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെതായ സമയം എടുത്ത് അദ്ദേഹം ചേഞ്ച് കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു അനാലിസിസിലേക്ക്, ഒരു ഫോർഗോൺ കൺക്ലൂഷനിലേക്ക് ഒന്നും പോകുന്നതിൽ യാതൊരു അർത്ഥമില്ല. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡീൻ ഹൊയ്സന്റെ പെർഫോമൻസ് ആണ്. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഗംഭീര പെർഫോമൻസ് ആണ് യുവ സെൻട്രൽ ബാക്ക് കാഴ്ചവെച്ചത്. ഹൊയ്സന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് അറ്റംപ്റ്റ്സ് ഉണ്ടായത് ബോൾ ഫോർവേഡ് ചെയ്യാൻ, പ്രത്യേകിച്ച് ഒരുപാട് ലോങ് ബാളുകൾ കാണാൻ നമുക്ക് സാധിച്ചു. അതുകൂടാതെ തന്നെ പാസിംഗ് ആണെങ്കിലും ഡുവൽസ് ആണെങ്കിലും എല്ലാ മേഖലയിലും ആ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തുന്ന പെർഫോമൻസ്, ഒരു അരങ്ങേറ്റക്കാരൻ, അതായത് ഒരു ലോകോത്തര ക്ലബിന് വേണ്ടി അരങ്ങേറുന്ന ആ ഒരു പ്രതീതിയല്ല ഡീൻ ഹോയ്സൺ പുറത്തെടുത്തത്. പിന്നെ ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡിന്റെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു റയൽ മാഡ്രിഡ് ജേഴ്സിയിൽ. ട്രെന്റ് പലപ്പോഴും എക്സ്പോസ്ഡ് ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് ഒരു കിടിലൻ ചാൻസ് റെനൽ ലോദിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് ട്രെന്റിൽ നിന്ന് നഷ്ടപ്പെട്ട പന്തായിരുന്നു. അപ്പം ട്രെന്റ് എപ്പോഴും നമുക്കറിയാം ഡിഫെൻസീവ് ആയിട്ട് കുറെ പ്രശ്നങ്ങളുള്ള ഒരു പ്ലെയറാണ്. പക്ഷെ ഒഫൻസീവ് ലെവലിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മികച്ച രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്തായാലും ട്രെന്റ് ആണെങ്കിലും ഒരു പുതിയ സിസ്റ്റത്തിന്റെ ഭാഗമായി കളിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനും സമയം അത്യാവശ്യമായിരിക്കും, പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ് എന്നുള്ള ആ ഒരു സിസ്റ്റത്തിലേക്ക് ഒന്ന് ചേഞ്ച് ആയിട്ട് വരാൻ. പിന്നെ ഗൊൺസാലോ ഗാർഷ്യക്ക് ഒരു ഗോൾ നേടാൻ സാധിച്ചു. പക്ഷെ 1-2 ചാൻസസ് വേറെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിലും ഒരു വൈറ്റൽ ഗോൾ നേടാൻ സാധിച്ചു എന്നുള്ളത് ഒരു പോസിറ്റീവായുള്ള കാര്യമാണ്. യങ് പ്ലെയർ ആണ്, റയൽ മാഡ്രിഡ് അക്കാദമി പ്ലെയർ ആണ്. അപ്പൊ സാബി നൽകിയ ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഗൊൺസാലോ ഗാർഷ്യസിന് സാധിച്ചു. അപ്പൊ റയൽ മാഡ്രിഡ് ഒരു പ്രധാന പ്രോബ്ലം ആയിട്ട് തോന്നുന്നത്, അതായത് ഇനിയും ഇപ്പൊ ട്രാൻസ്ഫർ നീക്കങ്ങളൊക്കെ നടന്നതിന് ശേഷം ഇനിയും കറക്റ്റ് ചെയ്യേണ്ട ചില മേഖലകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ തന്നെയാണ്. ഫ്രാൻ ഗാർഷ്യയുടെ പെർഫോമൻസ് അപ് ടു ദ മാർക്ക് ആയിരുന്നില്ല. അപ്പൊ ലെഫ്റ്റ് ബാക്ക് ഓൾമോസ്റ്റ് കെരാരസ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബെൻഫിക്കയുടെ യങ് പ്ലെയറായ മികച്ച രീതിയിൽ കളിക്കുന്ന കെരാരസ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെരാരസുമായുള്ള ഡീൽ ഏതാണ്ട് സെറ്റാവുമെന്നാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു ട്രാൻസ്ഫർ നീക്കം വെയിറ്റിംഗ് ആണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് വേണ്ടത്, മസ്റ്റായിട്ട് വേണ്ടത് ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ വേണമെന്നുള്ളതാണ്. കാരണം റയലിന്റെ അൽ ഹിലാലിനെതിരെയുള്ള കളി കണ്ടപ്പോൾ ഒരു നീളിച്ച് നിന്ന ഒരു പ്രധാന പ്രശ്നം ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ഇല്ല എന്നുള്ളതാണ്. കാരണം ഗെയിം കൺട്രോൾ ചെയ്ത് ബോൾ കറക്റ്റായിട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മിഡ്ഫീൽഡർ ഇല്ല എന്നുള്ളതാണ്. അപ്പം ആ ടോണി ക്രൂസിന്റെ അഭാവം ഇപ്പോഴും അതുപോലെ തന്നെ ടീമിൽ നിൽക്കുകയാണ്. അപ്പം നല്ലൊരു മിഡ്ഫീൽഡറെ എത്രയും വേഗം സൈൻ ചെയ്യേണ്ടത് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡറെ സൈൻ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും ഡിഫെൻസീവായുള്ള പ്ലേയേഴ്സ്, അത് സെൻട്രൽ ബാക്കുകളൊക്കെ എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ട അവസ്ഥയാണ് ബോൾ ഫോർവേഡ് ചെയ്യാനും ഒക്കെ. പിന്നെ മറ്റൊരു ഏരിയ സ്ട്രൈക്കറുടെ ഏരിയ തന്നെയാണ്. കാരണം ഒരു മികച്ച നമ്പർ 9 റയൽ മാഡ്രിഡിന് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ട്രെൻഡൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ക്രോസുകൾ ഇനി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ആ ക്രോസുകളൊക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഗോളാക്കാൻ, ഹാഫ് ചാൻസസ് ഒക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗോൾ പോച്ചറായ, വളരെ ബുദ്ധിമാനായുള്ള ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറുടെ ആവശ്യം റയൽ മാഡ്രിഡിന് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം അതിനിപ്പോൾ ആരെയായിരിക്കും റയൽ മാഡ്രിഡ് സൈൻ ചെയ്യുക എന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ഈ ക്ലബ് വേൾഡ് കപ്പിന് ശേഷം അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാവും, അല്ലെങ്കിൽ നീക്കങ്ങളൊക്കെ നടക്കാനൊരു സാധ്യതയുണ്ട്. പിന്നെ റയൽ മാഡ്രിഡിന്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് തോന്നിയ കുറെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ അവരെ ഒന്ന് ഏകോപിപ്പിച്ച് ഒരു ടീമാക്കി മാറ്റുക എന്നുള്ളതായിരിക്കും ഈ ഒരു സാബി അലോൺസോയ്ക്ക് മുമ്പിലുള്ള ഒരു പ്രധാന ടാർഗറ്റ്. ഇപ്പം എംബാപ്പയൊക്കെ വരുമ്പോൾ, ഈ മത്സരത്തിൽ എംബാപ്പെ കളിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ എംബാപ്പയൊക്കെ വരുമ്പോൾ ഗോൾ സ്കോറിങ് ആ ഒരു പ്രശ്നം കുറച്ച് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഇപ്പൊ വിനീഷ്യസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ
ചില എഫേർട്സ് ഉണ്ടായിരുന്നു, ചില സമയത്ത് അദ്ദേഹം വെറുതെ അനാവശ്യമായിട്ട് ഒരു പ്രകോപിതനാകുന്ന രീതിയിലുള്ള ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായി. പ്രത്യേകിച്ച് ആ ഡൈവിംഗ് ഒക്കെ അനാവശ്യമായിരുന്നു. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. റോഡ്രിഗോ ഒരു അസിസ്റ്റ് നൽകി, പക്ഷേ റോഡ്രിഗോക്ക് ഇനിയും ഇമ്പ്രൂവ്മെന്റ് നടത്തേണ്ട ഒരു പ്ലെയർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ സാബിയുടെ ഒരു ശൈലിക്ക് വരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഒരു ഹൈ പ്രസിംഗ് ശൈലിയിലേക്ക് റയൽ മാഡ്രിഡ് ഘട്ടം ഘട്ടമായി മാറുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം എത്രത്തോളം പ്ലേയേഴ്സിന് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. ചൗമേനിയുടെ പെർഫോമൻസ് ഒക്കെ ഒരു ഡീപ്പ് റോളിലാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ കുറച്ചുകൂടി ഒരു ഒഫൻസീവ് ലൈനിലേക്ക് വരുമ്പോൾ ചൗമേനിയുടെ പെർഫോമൻസ് ഒന്നും ആ ഒരു പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് ഉയരുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് ആ ഒരു മത്സരം, അൽഹിലാലുമായുള്ള ഒരു മത്സരം കണ്ടപ്പോൾ തോന്നി. എന്തായാലും അൽഹിലാൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് പുറത്തെടുത്തിരിക്കുന്നത്. സൗദി ലീഗിലെ വമ്പന്മാർ അവരുടെ ആ ഒരു തലയെടുപ്പിനനുസരിച്ചുള്ള ഒരു പ്രകടനം തന്നെ ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? റയൽ മാഡ്രിഡിന് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്? ആരൊക്കെയാണ് ഇനി സൈൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ പൊസിഷനിലേക്കാണ് നിർണായകമായുള്ള സൈനിങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.